നമസ്കാരം. പുതിയ കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടുക എന്നത് സാധ്യമല്ല. അടുക്കളയിലെ ജോലികൾ ഉൾപ്പെടെ എല്ലാം തന്നെ വൈദ്യുതി ആശ്രയിച്ചാണ് നടന്നു പോകുന്നത്. പലരും വർക്ക് ഫ്രം ഹോം ജോലികൾ ചെയ്യുന്നത് വൈഫൈ ഉപയോഗിച്ചാണ്. കറണ്ട് പോയാൽ ആ ജോലിയും തടസ്സപ്പെടും. ഇടയ്ക്കിടെയുള്ള കറണ്ട് പോക്ക്, വൈദ്യുതി നിയന്ത്രണം, KSEBയുടെ ഇടയ്ക്കിടെയുള്ള ചാർജ് വർധന, ഇതെല്ലാം നിങ്ങളെ ഒരിക്കലെങ്കിലും അലോസരപ്പെടുത്തിയിട്ടില്ലേ? ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പറഞ്ഞു വരുന്നത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ്. ഈ പദ്ധതി പ്രകാരം സർക്കാരിന്റെ സബ്സിഡിയോടെ സോളാർ സ്ഥാപിക്കാം. കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ സോളാർ സ്ഥാപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എത്ര രൂപയാണ് സബ്സിഡിയായി കിട്ടുക? അതിനുവേണ്ടി ലോൺ കിട്ടുമോ? കറണ്ട് ബിൽ കുറയുമോ? അധിക വൈദ്യുതിക്ക് KSEB എത്ര രൂപ തരും? ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്? തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ആഘാതം നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് PM സൂര്യഘർ യോജന. വീടിന്റെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സർക്കാരിൽ നിന്ന് വലിയൊരു തുക സബ്സിഡിയായി നേടാനും ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കും. സാധാരണക്കാരെ മുൻനിർത്തിയാണ് സർക്കാർ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലായ്പ്പോഴും ലഭ്യമായ വില കുറഞ്ഞ ഊർജ്ജമാണ് PM സൂര്യഘർ പദ്ധതിയുടെ ലക്ഷ്യം. സർക്കാർ സബ്സിഡി ഉപയോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആകുന്നു എന്നതാണ് പദ്ധതിയുടെ ഹൈലൈറ്റ്. ഈ അടുത്ത കാലത്ത് കേരളീയർക്കും സോളാറിനോടുള്ള പ്രിയം കൂടിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയും നടപടികളുടെ ലാളിത്യവുമാണ് ഇതിന്റെ പ്രധാന കാരണം. കേന്ദ്ര പുനരുപയോഗ മന്ത്രാലയത്തിന്റെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് PM സൂര്യഘർ പദ്ധതിയിലേക്ക് 3.85 ലക്ഷം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. 2.77 ലക്ഷം വീടുകൾ പുരപ്പുറ സോളാർ വൈദ്യുതിയിൽ പ്രകാശിക്കുന്നു. സോളാർ ഇൻസ്റ്റലേഷൻ ശേഷിയിൽ രാജ്യത്ത് ഏറ്റവും മുൻനിരയിൽ തന്നെയുണ്ട് കേരളവും. PM സൂര്യഘർ പദ്ധതി കേരളത്തിലും വൻ ഹിറ്റായതോടെ പദ്ധതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറൽ കണ്ടന്റായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ VD സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ കേന്ദ്ര പദ്ധതികളോടുള്ള നിലപാടുകളിൽ വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിയുന്നതെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ ഇറക്കുമതി പരമാവധി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സോളാർ പദ്ധതികൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനാണ് വലിയ ഡിമാൻഡ്. കേന്ദ്ര സർക്കാർ നൽകുന്ന 78,000 രൂപ സബ്സിഡിയും അതുപോലെ വൈദ്യുതി ബില്ല് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതുമാണ് ഈ ഡിമാൻഡിന് കാരണം. 1 കിലോവാട്ട് സിസ്റ്റത്തിന് 30,000 രൂപയാണ് സബ്സിഡി കിട്ടുക. എന്നാൽ 2 കിലോവാട്ട് സിസ്റ്റമാണ് സ്ഥാപിക്കുന്നതെങ്കിൽ 60,000 രൂപ സബ്സിഡി കിട്ടും. അല്ല, 3 കിലോവാട്ടിന്റെ പ്ലാന്റ് ആണ് സ്ഥാപിക്കുന്നതെങ്കിൽ 30,000 പ്ലസ് 30,000 പ്ലസ് 18,000 സമം 78,000 രൂപ സബ്സിഡി കിട്ടും. 3 കിലോവാട്ടിൽ കൂടുതലാണെങ്കിലും പരമാവധി സബ്സിഡി 78,000 തന്നെയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ സബ്സിഡി തന്നെ കിട്ടുന്നുണ്ട് എന്നതിനാൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് വലിയ ഇളവുകളൊന്നുമില്ല. കേരളം അനേർട്ട് വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. KSEBയുടെ നെറ്റ് മീറ്ററിംഗ് എന്ന സംവിധാനം വഴിയാണ് സോളാർ സിസ്റ്റം വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും ഉപയോഗിക്കുന്ന വൈദ്യുതിയും എത്രയാണെന്ന് വിലയിരുത്തുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരെ KSEB ഗ്രിഡിലേക്ക് പോകുന്നു. KSEB ഗ്രിഡിൽ നിന്ന് നമുക്ക് ആവശ്യമായ വൈദ്യുതി നാം ഉപയോഗിക്കുന്നു. ഒരു മാസം പരമാവധി 300 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കാൻ കഴിയുക. നാം ഉപയോഗിച്ച് ബാക്കിയുള്ള വൈദ്യുതി എത്രയാണോ അത് KSEB യൂണിറ്റ് ബാങ്കിൽ സൂക്ഷിക്കുന്നു. പ്ലാന്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസത്തിൽ എങ്ങനെ പോയാലും 200 രൂപയിൽ താഴെ മാത്രമാണ് വൈദ്യുതി ബില്ല് വരുന്നത് എന്നാണ് പൊതുവെ അറിയുന്നത്. KSEB യൂണിറ്റ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള നാം ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയുടെ യൂണിറ്റ് എത്രയാണെന്ന് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ് KSEB പരിശോധിക്കുക. ഒരു യൂണിറ്റിന് ഏകദേശം 2.60 മുതൽ 3.20 വരെയാണ് KSEBയിൽ നിന്ന് ലഭിക്കുക. എത്ര യൂണിറ്റ് ഉണ്ടോ അത്രയും യൂണിറ്റിനുള്ള തുക ഉപയോക്താവിന് KSEB നൽകും. പക്ഷേ അതിന് സമയമെടുത്തേക്കാം. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ മാർച്ച് മാസം. മാർച്ചിൽ റീഡ് ചെയ്തിട്ടുള്ള വൈദ്യുതിയുടെ തുക ലഭിക്കാനായി ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലം വളരെ പ്രധാനമാണ്. ഏകദേശം 250 മുതൽ 300 ചതുരശ്ര അടി വരെ നിഴൽ വീഴാത്ത പുരപ്പുറം ആവശ്യമാണ്. മികച്ച കമ്പനികളുടെ പാനലുകളും ഇൻവെർട്ടറും വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ALMM അംഗീകരിച്ച ലിസ്റ്റിലുള്ള കമ്പനികളുടേത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. പാനലുകൾക്ക് സാധാരണ 25 വർഷം വരെ വാറണ്ടി ലഭിക്കുമെന്ന കാര്യം അറിഞ്ഞിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെണ്ടർമാരെ തന്നെ തിരഞ്ഞെടുക്കുക. സബ്സിഡി ലഭിക്കുന്നതിന് ഇത് പ്രധാനമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പ്രതിമാസ വൈദ്യുതി ഉപയോഗം 200 യൂണിറ്റിൽ കൂടുതലുള്ള കുടുംബങ്ങൾക്കാണ് 3 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവുക. അതിൽ കുറവുള്ളവർക്ക് അത്രയും വേണ്ടിവരില്ല എന്നർത്ഥം. പാനലുകൾ, ഇൻവെർട്ടർ, അവശ്യ വസ്തുക്കൾ, സ്ട്രക്ചർ തുടങ്ങി എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒരു 3 കിലോവാട്ട് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് 1,80,000 രൂപ മുതൽ 2,40,000 രൂപ വരെ ചെലവ് വന്നേക്കാം. സർക്കാർ പദ്ധതി ആയതിനാൽ ഏകദേശം 2 ലക്ഷം രൂപയോളം പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ഈടില്ലാതെ തന്നെ ലോൺ ലഭ്യമാകും.
പലിശയും വളരെ കുറവായിരിക്കും. ഫ്ളാറ്റിന്റെ പണിയെല്ലാം കഴിഞ്ഞ് കമ്മീഷനിങ് കഴിഞ്ഞാൽ മാത്രമേ സബ്സിഡി തുക ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഈ തുക ലോണിലേക്ക് കുറയ്ക്കുന്നതിനാൽ ലോൺ എടുത്തവരുടെ വായ്പാ ഭാരം വളരെ കുറയും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിവരുന്ന രേഖകൾ ഇനി പറയുന്നതാണ്: ആധാർ കാർഡ്, പാൻ കാർഡ്, വൈദ്യുതി ബില്ല്, തിരിച്ചറിയൽ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ്, മൊബൈൽ നമ്പർ, കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ രേഖ, വീടിന്റെ മേൽക്കൂരയുടെ ഫോട്ടോ, അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. https:/pmsurigar.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ചാനലിൽ കയറി കാണാവുന്നതാണ്. ആ വീഡിയോയിൽ നടപടിക്രമങ്ങളുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കൊടുക്കാം.